إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد സൂറ അൽ ഹജ്ജ് 59 60 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മുൻ ആയത്തിൽ വിശദീകരിച്ച മുഹാജിറുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സർവ്വം വെടിഞ്ഞുകൊണ്ട് മുഹാജിറുകളായി യാത്ര തിരിച്ച ആ സംഘത്തെ കുറിച്ച് പറയുകയാണ്. അവർക്കുള്ള പ്രതിഫലം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉറപ്പായും അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അവർ സർവ്വവും വെടിഞ്ഞത്. അതിനാൽ മുദ്ഖലൻ ഒരു പ്രവേശന സ്ഥലത്തേക്ക്, ഒരു പ്രവേശന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കും. യർലൗനഹു, അതിനെ അവർ തൃപ്തിപ്പെടുകയും ചെയ്യും. ആ സ്വർഗപ്രവേശനത്തിന് അർഹരായ ആ മുഹാജിറുകൾ, അത് പോലത്തെ മറ്റ് സൽക്കർമ്മികളും യർലൗനഹു, അതിനെ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. വഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅലീമുൻ, അറിയുന്നവൻ തന്നെയാകുന്നു. സർവ്വ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്നും ഒന്നും ഗോചരമല്ല, എല്ലാം വെളിവായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കണ്ടും കേട്ടും മനസ്സിലാക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹലീമുൻ, സഹനശീലനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനാൽ കൃത്യമായ ആ സ്വർഗപ്രവേശനം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആ മുഹാജിറുകൾക്ക്. യശമല്ല പറയുന്നു ദാലിക, അത് ആ കാര്യത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് വരുന്നത്. വമൻ ആഖബ, ഒരാൾ പ്രതികാര നടപടിയെടുത്തു, ബിമിസ്ലി പോലോത്തതുമാ ഊക്കിബ ബിഹി, അവനോട് പ്രതികാര നടപടി എടുക്കപ്പെട്ടതിന് സമമായ പ്രതികാര നടപടി അവൻ തിരിച്ചങ്ങോട്ട് എടുത്താൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു മനുഷ്യൻ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടാൽ പിന്നീട് അവന്റെ മേൽ അതിക്രമം പ്രവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, സമാധാനത്തോടുകൂടി സ്വൈരജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മേൽ വീണ്ടും അവരെ യാതൊരു പ്രകോപനവുമില്ലാതെ അതിക്രമം അഴിച്ചുവിടുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചാണ് അല്ലാഹു സൂചന നൽകുന്നത്. പിന്നീട് അവരുടെ മേൽ അങ്ങനെയുള്ള അതിക്രമം പ്രവർത്തിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് അതിന്റെ പര്യവസാനം? അല്ലാഹു വിശദീകരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത്തരം വിശ്വാസികളെ കൈവിടില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മാർഗത്തിൽ കൂടിയും സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅഫുവ്വൻ, അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനാണ്, ഗഫൂറുൻ, എല്ലാം പൊറുക്കുന്നവനുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ആ ശത്രുക്കൾ മാപ്പപേക്ഷിച്ച് വരികയാണെങ്കിൽ അല്ലാഹു പൊറുക്കും. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.